ഇങ്ങോട്ട് ചേച്ചി ഒന്ന് മാറണം, കൊണ്ട് നോക്കാം. ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകര് ഇതുവരെ ഞാൻ അഭിപ്രായം കേട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ അല്ലേ, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. എന്താണ് അതെ 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 തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെ അടുത്ത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് റെസ്പോൺസ്. അപ്പൊ ഇനിയിപ്പം ലെറ്റ്സ് സീ എന്തായാലും വൈ നോട്ട് ഓഫ് കോഴ്സ്. ആസിഫിലിയുടെ കരിയറിൽ തന്നെ ഗംഭീര പെർഫോമൻസ് ആണ്. അതെ അതെ തീർച്ചയായിട്ടും. ആസിഫ് ഇങ്ങനെ പല ഭയങ്കര വെറൈറ്റി റോൾസ് കൊണ്ട് ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. കൂമിന് ശേഷം ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു വിയേർഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റൻസ് പെർഫോമൻസ്. ആസിഫിന്റെ കൂടെ ഞാൻ അപ്പോഴും അഭിനയിക്കുമ്പോൾ എനിക്ക് അറിയായിരുന്നു ഇതൊരു ആസിഫിന്റെ ശരിക്കും കരിയറിൽ ഒരു നല്ലൊരു ഫിലിം ആയിരിക്കും. അതെ അതെ എക്സാക്ട്ലി അതാ പറയാം. സ്ലോ ബേണർ എന്ന് പറഞ്ഞിരുന്നല്ലോ, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിക്ക് ചെയ്ത് പിന്നെ പെട്ടെന്ന് നമ്മളെ ഹുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പടമാണ്. ഒരു വെറൈറ്റി സിനിമയാണിത്. അപ്പൊ എല്ലാവരും ഗിവ് ഇറ്റ് എ ട്രൈ. ഓഡിയൻസ് എല്ലാവരും കാണുക. ആൻഡ് സോ മച്ച് ഫോർ യുവർ ലവ്. താങ്ക് യു. ഹിസ്റ്റോറി ലിസ്റ്റ് ആണ്. ഒരു കാരണവശാലും പ്രതീക്ഷിക്കില്ല ഈ സാധനം എങ്ങനെയാണ്. അത്രമാത്രം ഡിസ്റ്റാണ്. He's like my family now. Very happy for him actually. 14 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പടം ഇറങ്ങിയിരിക്കുന്നത്. നാളെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു റിലീസിന്റെ ടെൻഷനിൽ തന്നെ ഒരു 10-15 കിലോ പറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ അതിന് ഭാര്യ കംപ്ലൈൻറ്റ് ചെയ്യും ഉറങ്ങുന്നേ ഇല്ലാതെ. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു പടമാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അർഫാസിനും യോഗി അപ്പു അതുപോലെ മ്യൂസിക് ഡയറക്ടറിന്റെ ഫസ്റ്റ് മലയാളത്തിലുള്ള ഫസ്റ്റ് ലോഞ്ച്. അപ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സിനെ ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ. അപ്പം വെരി വെരി ഹാപ്പി, വെരി ടച്ച്ഡ്, എക്സൈറ്റഡ്. താങ്ക് യു. ഓക്കെ താങ്ക് യു. Okay, Jindo, nice seeing you. All the best. Jindo, yeah. Thank you guys. Thank you. Okay. Thank you so much. അവിടെ എന്റെ വണ്ടി പടം കഴിയുന്നവർ വാഹനങ്ങൾ ഓപ്പണിൽ മാറ്റിത്തരേണ്ടതാണ്. വാഹനങ്ങൾ ഉടൻ തന്നെ മാറ്റിത്തരേണ്ടതാണ്. അമ്മ